നമസ്കാരം. ജയനുണ്ടോ? അതുണ്ട്. ഉള്ള പോക്കൃത്തരം മുഴുവൻ കാണിച്ചിട്ട് നിന്ന് മോങ്ങുന്നോടെ പുല്ല. വേണ്ട ജയ, സാറ് വിട്ടേ, രണ്ട് പൊട്ടിച്ചാൽ ഇവനക്ക് നേരെയാവും. ഇവിടെ വെച്ച് ഒന്നും ചെയ്യണ്ട. തന്റെ ആളാണല്ലോ എന്ന് കരുതിയ, അല്ലെങ്കിൽ ഞാൻ ഇവന്റെ അണ്ടം കലക്കേനെ. ശരിയാ. എവിടെ നിന്നാ യൂണിഫോം കിട്ടിയത്? അത് ചോദിക്ക. സാർ ഒരൊറ്റ ആളായി കുഴപ്പത്തിനെല്ലാം കാരണം. സാറോ? അത് പിന്നെ ഏതാണ്ട് നാടകത്തിനാണെന്ന് പറഞ്ഞ് കോട്ടേഴ്സിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയതാ. ജയം പറഞ്ഞു വിട്ടാണെന്ന് പറഞ്ഞപ്പോ ഞാനും കൊടുക്കുകയും ചെയ്തു. അത് ഈ പണിക്കാണെന്ന് ഞാൻ അറിഞ്ഞു. ഏത് സുൽത്താൻ ചോദിച്ചിരുന്നാലും ഇങ്ങനത്തെ പിള്ളേര് കളിക്ക് സർക്കാർ യൂണിഫോം ഊരി കൊടുക്കരുത്. സാർ അകത്താവുന്ന കേസാ. സത്യത്തിൽ ഇവൻ എന്താണ് ഒപ്പിച്ചത് സാറേ? കുട്ടിക്കാനം പള്ളിയിൽ നാടകവും കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക്. നീ എന്ന് മൂലം നാടകളി തുടങ്ങിയത്? നമ്മുടെ ചാക്കുണ്ണിക്ക് പകരക്കാരനായിട്ട് പോയതല്ലേ. എന്നിട്ട് കാറ് വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. റിപ്പയർ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുമെന്ന് ഡ്രൈവർ പറഞ്ഞുകൊണ്ട് അതുവഴി വന്ന ഒരു ലോറിക്ക് നേരെ ഞാൻ കൈ കാണിച്ചു. ലോറി ഡ്രൈവർ ഒന്നും മിണ്ടാതെ താഴെ ഇറങ്ങി വന്ന് ഒരു 100 രൂപ നോട്ട് എനിക്ക് എടുത്തു തന്നു. ഞാൻ യൂണിഫോമിലല്ലായിരുന്നോ, SI ആണെന്ന് വിചാരിച്ചു. എന്നിട്ട് അതുവഴി വന്ന 5 ലോറിക്ക് നേരെ ഞാൻ കൈ കാണിച്ചു. 500 രൂപ പോക്കറ്റിൽ. കഷ്ടകാലത്തിന് 6ാമത് ഞാൻ കൈ കാണിച്ച പോലീസ് ജീപ്പിന് നേരെയാ. SI തൂക്കിയെടുത്ത് അകത്തിട്ടു. എന്നിട്ട് കിട്ടിയ കാശൊക്കെ നീ എന്ത് ചെയ്തു? അത് മുഴുവൻ അയാളുടെ കയ്യിലായി. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് ചെയ്യാ. ഒരു ചിക്കൻ മജ്ബൂർ വാങ്ങിച്ചാ. ചിക്കൻ മജ്ബൂർ? നിനക്ക് ചിക്കൻ മജ്ബൂറല്ല, നിനക്ക് ചിക്കൻ മേടിച്ചു തരാം. അത് കറിയല്ല, തെറിയല്ലേ? അതെ. വഴി അടുപ്പിക്കല്ലേ. ഈ തീരുമാനം കുറച്ച് നേരത്തെ എടുത്തിരുന്നെങ്കിൽ ഇത്രയും പൊല്ലാപ്പുകളൊന്നും ഉണ്ടാവില്ലായിരുന്നു. രൂപ 11,000 വിമൻസ് കോടതിയിൽ കൊടുത്തത് അടിയുണ്ടാക്കി ഇലക്ഷൻ കലക്കാൻ പോയതാ. ഒടിഞ്ഞ ഡെസ്കിനും എല്ലാം കൂടി പ്രിൻസിപ്പൾ 20 പറഞ്ഞേ. അത് ഞാൻ പറഞ്ഞ് 19 എത്തിച്ചു. ഇനിയും കൊടുക്കണം 1500 രൂപ. അവന് ഊണ് കഴിച്ചോടി. നിങ്ങൾ ഇങ്ങനെ എപ്പോഴും അവനെ കുറ്റപ്പെടുത്തരുത്. വേണോന്ന് വിചാരിച്ചിട്ടല്ല സരസ്വതി. ഉള്ളിൽ അവനോട് സ്നേഹമില്ലാഞ്ഞിട്ടും അല്ല. ഞാനും കൂടെ അവന്റെ ഇരിക്ക് സോഫ്റ്റ് ആയിട്ട് പെരുമാറിയ അത് എനിക്കതറിയാഞ്ഞിട്ടല്ല. പക്ഷേ ആകെയുള്ള ഒരാൺതരി ആ കുടുംബത്തില്. ആൺകുട്ടികളായ കുറച്ച് കുസൃത്തരവും പോക്കൃത്തരവും ഒക്കെ വേണം. ചേട്ടനും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലാതെ പോയത് ആദ്യത്തെ തെറ്റ്. നിങ്ങൾ വിഷമിക്കണ്ട. കല്യാണം കഴിഞ്ഞൊരു പെണ്ണ് വീട്ടിൽ വരുമ്പോ പക്വത വരും. ഇന്നിനെ നിൽക്കുമ്പോ അവനെ കൊണ്ട് എങ്ങനെയാ കല്യാണം കഴിപ്പിക്കുക? അങ്ങനൊക്കെ വിചാരിച്ച ചെറുക്കൻ കാട് കയറി പോവും. മോള് പഠിക്കല്ലേ ചേച്ചി. പെണ്ണ് കെട്ടിയാ കാല് കെട്ടിയെന്ന മാത്രമല്ല ഒരു മരുമകളുടെ കുറവ് ഈ വീട്ടിലുണ്ട് താനും. താൻ അന്നൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, അവൾ എങ്ങനെയുണ്ട്? അത് നമുക്കൊരു നല്ല ദിവസം നോക്കി പോവാം. കാണാൻ പോണ പൂരം കേട്ടറിയണോ ചേട്ടാ? one minute. എന്ത് പറ്റി? ഇന്നലെ ഒറ്റയ്ക്കേ ഉള്ളോ? അല്ലല്ലോ, ഡ്രൈവറും ഉണ്ട്. അല്ല, സാധാരണ കൂട്ടുകാരിയായിട്ടാണ്. എന്തിനാടാ കിടന്ന് ഉരുളുന്നത്? പുഷ്പക വിമാനത്തിൽ കയറി രാവണന്മാർ രണ്ടും കൂടി എങ്ങോട്ടാ? എടി നീ അറിഞ്ഞില്ലേ യവനെ പോലീസ് പിടിച്ചോ? അതെ, എന്നെ പോലീസിലെടുത്തോ. ഹാവൂ, ഇവിടെ ഒരാൾക്ക് എന്തായാലും സമാധാനമായി. ഉണ്ണിയേട്ടനെ സതീരാജനെ പേടിക്കണ്ടല്ലോ. അതെ, സെലക്ഷൻ കിട്ടിയെന്ന് അങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റില്ല കേട്ടോ. അയ്യോ, അതെന്താ പോലീസിലെടുത്തു പറഞ്ഞിട്ട്? അല്ല, അവരിവനെ എത്രയും പെട്ടെന്ന് എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് അവര് പറയുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാ എന്റെ നാക്കിന് നീളം പോരാന്നുള്ളതാ. ആട്ടെ, പബ്ലിക് സ്ക്വാഡ് എന്ത് പറയുന്നു? പബ്ലിക് സ്ക്വാഡോ? പബ്ലിക് സ്ക്വാഡ് അല്ല, പബ്ലിക് സോഡ്. പബ്ലിക് എന്ന് പറഞ്ഞാൽ പൊതു, സോഡ് എന്ന് പറഞ്ഞാൽ വാൾ, പൊതുവാൾ. നിന്റെ തന്ത. ഉണ്ണേട്ടാ, ഇയാൾക്കാണോ നാക്കിന് നീളം പോരാന്ന് പോലീസുകാർ പറഞ്ഞത്?
ഉണ്ണിയേട്ടൻ പറഞ്ഞ പോലെ ഒരു വാള് പൊതുവാളങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആഹാ. എവിടെ കെട്ടിച്ചൂടാൻ പോകണോ? എങ്കിൽ കൊല്ലും ഞാൻ അങ്ങനെ. അയ്യോ എനിക്കല്ല, കൂട്ടുകാരനെ കല്യാണം. അയ്യോ എനിക്കോ? സത്യം, ദേവിയാണ് സത്യം. പൊതുവാളങ്ങളാണ് മാസ്റ്റർ ബ്രെയിൻ. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പെണ്ണ് കാണൽ, നിശ്ചയം, കല്യാണം. ഫിനിഷ്ഡ്. ഉണ്ണി ചതി. ചതി അല്ല ജയ, വിധിയാ. നടക്കാനുള്ളൂ, നടക്കേണ്ട സമയത്ത് നടക്കും. വിധി നടപ്പാക്കാൻ നിങ്ങളാരെ കാലനോ? അല്ല, ഈ കല്യാണം വേണ്ടാന്ന് നോക്കിയാ എന്താ കാരണം? ഇവന്റെ ഉപദേശമായിരിക്കും അല്ലേ? ഉപദേഷ്ടാവ് ആരാണെന്ന് തൽക്കാലം അറിയണ്ട. ചില പെണ്ണുങ്ങളുടെ തന്തമാര് ശരിയല്ലെങ്കിൽ നമ്മൾ ആണുങ്ങളുടെ കാര്യം പോക്കാം. ഇങ്ങനെ പോയ നിന്റെ കാര്യം പോക്കാം. നാറി. ഈ പൊതുവാളിനോട് പ്രതികാരം ചെയ്യണം. എങ്ങനെ? സതി. അത് ഇന്ത്യയിൽ നിർത്തിയിട്ട് കാലം കുറയായി. ആ സതിയല്ല, പി സതി, അങ്ങേരുടെ മോള്. അവളെ എനിക്ക് അടിച്ചു മാറ്റണം. അതിന് നീ എന്നെ ഒന്ന് സഹായിക്കാമോ? എങ്കിൽ നമുക്ക് അയാളോട് മധുരമായി പ്രതികാരം വീട്ടാം. നീ പറഞ്ഞതുപോലെ പൊതുവാളുടെ മകളെ നമ്മൾ അടിച്ചു മാറ്റുന്നു, നിങ്ങൾ തമ്മിൽ വിവാഹിതരാകുന്നു, ആദ്യ രാത്രി തന്നെ നിന്നെ ഞാൻ കൊല്ലുന്നു. അങ്ങനെ നിന്റെ ചിതയിൽ ചാടി യഥാർത്ഥ രീതിയിൽ അവൾ സതി അനുഷ്ഠിക്കുന്നു. ഒരുമാതിരി വേലേന്റെ അടുത്ത് ഇറക്കരുത്. നിന്റെ കല്യാണം ഓസിന് നടത്തിക്കാൻ വേണ്ടി നീ എനിക്കൊരു പുല്ലും ചെയ്യണ്ട തേണ്ടി. നീ എന്നെ സഹായിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ സഹായിക്കുന്നു. അച്ഛനും അമ്മയും കൊണ്ടുവരുന്ന പ്രപ്പോസൽ വേണ്ടെന്ന് നീ പറയുന്നില്ല, നിന്നെ വേണ്ടെന്ന് പെൺവീട്ടുകാർ പറയുന്നു. അതെങ്ങനെ? അതിനല്ലേ ഞാൻ. സംഗതി നടക്കുവോ? നിനക്ക് എന്റെ അച്ഛനറിയാലോ. MKP മേനോൻ തന്നെയല്ലേ ഇപ്പോഴും? അതെ, ചോദിച്ചാ മതി, പറഞ്ഞുതരും. ജയന്റെ അച്ഛൻ ഉള്ളതുകൊണ്ട് ഒന്നും പേടിക്കണ്ട. പെർഫ്യൂമും പൗഡറും ശരിക്കും പൂച്ചിട്ടുണ്ടല്ലോ രണ്ടാളും. ദേ, പെണ്ണിനെ ശരിക്കും നോക്കണം. അവസാനം കണ്ടില്ലെന്നൊന്നും പറഞ്ഞേക്കരുത്. സമയം ഇറങ്ങ രാഘവല പറയും. ഇല്ല, പൊതുവാളിനെ കാണാനല്ലോ. അയാൾ വരാതെ എങ്ങനെ പോകുന്നു? താൻ എവിടെ ആയിരുന്നോ? 10:30 അവിടെ ചെല്ലാന്ന് പറഞ്ഞല്ലേ. സമയം എത്രയായി? അവരെന്ത് കരുതും? അവര് കരുതിയിരിക്കാണ്. ഞണ്ണുന്ന കാര്യമല്ല, പെണ്ണ് കാണുന്ന കാര്യമാ. അവര് കരുതിയിരിക്കാണെന്ന്. എല്ലാം കലങ്ങി കലങ്ങി. ഏതോ ഒരു തന്തയില്ലാത്ത തെണ്ടിയെന്ന് ഏഷണി പറഞ്ഞു കൊടുത്തു. ജയന് തലയ്ക്ക് സുഖമില്ലാത്തതാണ്. മദ്രാസിൽ പഠിക്കാൻ പോയപ്പോ ഭ്രാന്താസ്പത്രിയിൽ ചികിത്സയിലായിരുന്നു. 2 കൊല്ലം ചികിത്സിച്ചിട്ടും ഭേദാകാത്തോണ്ട് ഡോക്ടർമാര് കയ്യൊഴിഞ്ഞാണെന്നൊക്കെ. താൻ കൊണ്ടുവന്ന ഒരു ആലോചനയായി പോയത്. അല്ലെ അടിച്ചവന്റെ കാരണം കുറിച്ച് ഞാൻ പോച്ചേനെ. ഇത് തന്നെ അവരും എന്നോട് പറഞ്ഞേ. എട്ടും പൊട്ടും തിരിയാത്ത എന്റെ കുഞ്ഞിനെ പറ്റി അനാവശ്യം പറയുന്നവൻ ആരായിരുന്നാലും ശരി, അവന്റെ തലയിൽ ഇടുത്തി വീഴും. വേണ്ടെങ്കി വേണ്ടെന്ന് പറഞ്ഞ പോരെ. ഇത്തരം പരദൂഷണ പറയാ. പച്ച തെറിയ എന്റെ വായി വരുന്നേ. എനിക്ക് അവിടെ നമ്പർ അറിയോ? ഫോൺ ചെയ്തേ. വേണ്ട, ചേട്ടനോട് പറയാനുള്ളത് എന്നോട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. താൻ മിണ്ടരുത്. ഇത് നമ്മളോട് ശത്രുതയുള്ള ആരെങ്കിലും പറഞ്ഞുണ്ടാക്കിയതാവും. നല്ല പൂവമ്പഴം പോലെ ഇരിക്കുന്ന കൊച്ചുങ്ങളെ കാണുമ്പോ ആർക്കാ സഹിക്കുക? അവിഹിത ബന്ധമുണ്ടെന്നോ വേറെ പെണ്ണ് കെട്ടിയതാണെന്നോ ആരും പറഞ്ഞിട്ടില്ല. അല്ല, എന്ത് എന്നൊക്കെ പറയാനുള്ള ധൈര്യം ഈ നാട്ടിൽ ആർക്കാ ഉണ്ടാവുക? അതറിയണമല്ലോ. അങ്ങനെയൊക്കെ പറയുന്നത് സ്വാഭാവികം. പക്ഷെ ചെക്കന് ഭ്രാന്താന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആദ്യം. ആരാ ഇത് പറഞ്ഞതെന്ന് അവർ പറഞ്ഞു? അത് മാത്രം അവർ പറയുന്നില്ല. എന്റെ അച്ഛാ, മേലിൽ ഇത്തരത്തിലുള്ള ചെറ്റ ആൾക്കാരുടെ വീട്ടിൽ നിന്നുള്ള എരപ്പാളി പ്രപ്പോസലുമായിട്ട് വരരുതെന്ന് ബന്ധപ്പെട്ട ആൾക്കാരോട് പറഞ്ഞേക്കണം. നമുക്കൊരു നിലയും വിലയുണ്ട്. അത് മറന്നിട്ടുള്ള ഒരു ബന്ധവും ആരുമായിട്ടും വേണ്ട. തടരാടണം. എല്ലാം സഹിക്കാനുള്ള ശക്തി നീ സംഭരിക്കും. മോനെ ജയ, നീ ഒന്നും കാര്യമാക്കണ്ട. വിവരമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് എന്നെ ഒന്നും ഓർമ്മിപ്പിക്കരുതമ്മേ. ഞാൻ എല്ലാം മറക്കാൻ ശ്രമിക്കുക. മോനെ, അച്ഛനോട് ക്ഷമിക്കടാ. വെറുതെ ഇരുന്ന് നിനക്ക് ആശ നിന്ന് കൊതിപ്പിച്ചു. എന്നിട്ട് ഇപ്പോ സാരമില്ല അച്ഛ, ആരുടെയും കുറ്റമല്ല, എല്ലാം എന്റെ വിധിയാ. എന്നാലും ഇതൊരു കട്ടമായിപ്പോ. അയ്യോ, ആരാത്?